الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إن الذين آمنوا والذين هاجروا وجاهدوا في سبيل الله أولئك يرجون رحمة الله والله غفور رحيم صدق الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. ഒരു പുതിയ ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഓരോ വർഷവും നമ്മിൽ നിന്ന് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ച വർഷങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇസ്ലാമിലെ വാർഷികാഘോഷങ്ങളൊന്നുമില്ലെങ്കിലും ഹിജ്റയെ സംബന്ധിച്ച് കൂടുതൽ ഓർക്കാനും മനസ്സിലാക്കാനും ഈ സന്ദർഭം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഹിജ്റ എന്ന അറബി പദത്തിന് ഒഴിവാക്കി, ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഹാജറ എന്നാകുമ്പോൾ ഒരാൾ ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്തു എന്നായിത്തീരുന്നു. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്കുള്ള യാത്രക്കാണ് സാങ്കേതികമായി ഹിജ്റ എന്ന് പറയുന്നത്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധ്യമാകാത്ത പ്രദേശത്ത് നിന്ന് അതിന് സ്വാതന്ത്ര്യമുള്ള പ്രദേശത്തേക്ക് മാറിപ്പോകുന്നതിനാണ് ദീനിൽ ഹിജ്റ എന്ന് പറയുന്നത്. അനിവാര്യ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള താമസമാറ്റം നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ പ്രതിഫലമുണ്ട് ഹിജ്റക്ക്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹിജ്റ ചെയ്തിട്ടുണ്ട്. പല അമ്പിയാക്കന്മാരും ഹിജ്റ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹിജ്റ ചെയ്തിട്ടുണ്ട്. ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി സയഹ്ദിൻ. മൂസാ നബി അലൈഹിസ്സലാം ജനതയുമായി, തൻ്റെ നാട്ടുകാരുമായി ഒന്നിച്ച് ഹിജ്റ പോകേണ്ടി വന്നു, ചെങ്കടൽ കടന്ന് പലസ്തീനിലേക്ക്. അങ്ങനെ പല പ്രവാചകന്മാരും ഹിജ്റ ചെയ്തിട്ടുണ്ട്. അമ്പിയാക്കന്മാർ മാത്രമല്ല, മഹാന്മാരായ പല ആളുകളും ഹിജ്റകൾ ചെയ്തിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരൊറ്റാവട്ടത്തിൽ നിൽക്കേണ്ട ഒന്നല്ല.
അത് ലോകത്തൊക്കെ പ്രസരിക്കേണ്ട ഒരു സന്ദേശമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കക്കാർക്ക് മാത്രമുള്ള പ്രവാചകനല്ല, മുഴുവൻ മനുഷ്യകുലത്തിനുമുള്ള പ്രവാചകനാണ്. ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനും ലോകത്തെത്തേണ്ടതുണ്ട്. ആ ദീനിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഹിജ്റ ചെയ്യാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിർദ്ദേശിക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയിൽ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ ഘട്ടത്തിൽ നമുക്കൊക്കെ അറിയുന്ന പോലെ വളരെ രൂക്ഷമായ, വളരെ ഭീകരമായ ആക്രമണവർദ്ധനങ്ങളും എതിർപ്പുകളുമാണ് ഉണ്ടായത്. നിൽക്കക്കള്ളിയില്ലാത്ത വല്ലാത്ത അവസ്ഥ എത്തിയൊരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശ്വാസികളോട് അബിസീനിയയിലേക്ക് ഹിജ്റ പോയിക്കൊള്ളാൻ പറഞ്ഞു. അബിസീനിയയിൽ നല്ലൊരു രാജാവുണ്ട്, അദ്ദേഹം നിങ്ങൾക്ക് ആശ്വാസം നൽകും. നിങ്ങളിവിടെ പ്രയാസപ്പെടുന്നതിന് പകരം ഇസ്ലാമിനെ അവിടേക്ക് പറിച്ചു നടുക എന്ന് പറഞ്ഞു. ഹിജ്റ എന്ന് പറയുന്നത് കേവലം ഒരു യാത്രയല്ല, ഒരു ഒളിച്ചോട്ടവുമല്ല. ഹിജ്റ ദീനുൽ ഇസ്ലാമിനെ പറിച്ചു നടുന്ന മഹാത്യാഗമാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും പ്രിയപ്പെട്ടവരുമായ പലതിനെയും വിട്ടേച്ചുകൊണ്ടുള്ള ഹൃദയം നുറുങ്ങുന്ന ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. കാരണം തൻ്റെ എല്ലാ നാടും വീടും സ്വത്തും ഒക്കെ ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്താനും അള്ളാഹിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനും വേണ്ടി ഒരു മനുഷ്യൻ നടത്തുന്ന യാത്രയാണ് യഥാർത്ഥത്തിൽ ഹിജ്റ. അത് കേവലം ഒരു കച്ചവടത്തിനോ മറ്റു താല്പര്യത്തിനോ വേണ്ടി നടത്തുന്നതല്ല, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്നതാണ്. സത്യവിശ്വാസിയായി ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ദൈവപ്രീതി കരസ്ഥമാക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലേക്കുള്ള പറിച്ചു നടലാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിയ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ റസൂൽ പ്രത്യേകം ഹിജ്റയെ അനുസ്മരിച്ചു. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറാഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഒരാൾ ദുനിയാവ് ഉദ്ദേശിച്ചാണ് ഹിജ്റ പോയതെങ്കിൽ അല്ലെങ്കിൽ അത് അയാൾക്ക് കിട്ടും. ഒരു സ്ത്രീയെ ലക്ഷ്യം വെച്ചാണ് പോയതെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ പറ്റും. പക്ഷേ ഹിജ്റ എന്തിലേക്കാണോ ചെയ്തത്, അള്ളാഹുവിൻ്റെ പ്രീതി കാണിച്ചുകൊണ്ട് അവൻ്റെ ദീനിനെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഹിജ്റ ചെയ്തതെങ്കിൽ അതാണ് അല്ലാഹു തആല സ്വീകരിക്കുക എന്ന് പ്രത്യേക പ്രവാചകൻ പഠിപ്പിച്ചു. അങ്ങനെ ചെയ്യുന്നത് വലിയ ത്യാഗമായതുകൊണ്ട് തന്നെ വലിയ പ്രതിഫലവും ഇസ്ലാം നിശ്ചയിച്ചു. സൂറത്തുൽ ബഖറയിൽ 218 ആയത്തിൽ കാണാം, ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവർ, വല്ലദീന ഹാജറു, ഹിജ്റ ചെയ്തവർ, വജാഹദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചവർ, ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവർ അല്ലാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാകുന്നു. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അവിടെ ഹിജ്റ ചെയ്യുന്നവരെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ച ആളുകളാണ് അവർ എന്നെടുത്ത് പറയുന്നത് കാണാൻ കഴിയും. സൂറത്ത് ആലി ഇംറാനിൽ 195 ആയത്തിൽ പറയുന്നുണ്ട്, ഫല്ലദീന ഹാജറു വഉഖ്രിജൂ മിൻ ദിയാരിഹിം വഊദൂ ഫീ സബീലി വഖാതലൂ വഖുതിലൂ ലഉകഫിറന്ന അൻഹും സയ്യിആതിഹിം വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ സവാബൻ മിൻ ഇൻദില്ലാഹി വല്ലാഹു ഇൻദഹു ഹുസ്നുൽ സവാബ്. വല്ലദീന ഹാജറു, ഹിജ്റ ചെയ്തവർ, വഉഖ്രിജൂ മിൻ ദിയാരിഹിം, തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, വഊദൂ ഫീ സബീലി, എൻ്റെ മാർഗത്തിൽ മർദ്ദിക്കപ്പെട്ട ആളുകൾ, വേദനിക്കപ്പെട്ട ആളുകൾ, വഖാതലൂ വഖുതിലൂ, കൊന്നവരും കൊല്ലപ്പെട്ടവരുമായ ആളുകൾ, ലഉകഫിറന്ന അൻഹും സയ്യിആതിഹിം, അവരുടെ പാപങ്ങളൊക്കെ പുറത്തു തരിക തന്നെ ചെയ്യും. വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. സവാബും മിൻ ഇൻദില്ലാഹ്, അള്ളാഹിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുസ് സവാബ്, അള്ളാഹുവിൻ്റെ പ്രതിഫലം എത്രയോ ഉന്നതമാണ്, മഹത്തരമാണ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഹിജ്റക്ക് വലിയ സ്ഥാനമാണ്. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി. അദ്ദേഹം ഒരു കാലത്ത് ഇസ്ലാമിനെതിരെ ഭയങ്കരമായ എതിർപ്പ് പ്രകടിപ്പിച്ച, ഇസ്ലാമിക മുശ്രിക്കുകൾക്ക് നേതൃത്വം കൊടുത്ത, ബുദ്ധിപരമായി വളരെ കഴിവുള്ള പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു അംർ ബിൻ ആസ്.
ഈ പറഞ്ഞ അബ്സീനിയയിലെ നജാഷിയുടെ അടുക്കൽ അഭയം തേടിപ്പോയ മുസ്ലിമീങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പോയത് ഈ അംറു ബിൻ ആസാണ്. കാരണം അദ്ദേഹത്തിന് നജാഷി രാജാവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് കൈ നീട്ടിക്കൊടുത്തു ബൈഅത്ത് ചെയ്യാൻ വേണ്ടി. ആ സന്ദർഭത്തിൽ പെട്ടെന്ന് അദ്ദേഹം തൻ്റെ കൈ പിൻവലിച്ചു. എന്നിട്ട് അദ്ദേഹം റസൂലിനോട് പറഞ്ഞു, എനിക്ക് ഇസ്ലാം സ്വീകരിക്കുന്നതിന് ഒരു നിബന്ധന ഉണ്ട്. ഞാൻ ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ ഒരു നിബന്ധന എനിക്ക് വെക്കാണ്ട്. എൻ്റെ മുൻകാല പാപങ്ങളെല്ലാം അള്ളാഹു എനിക്ക് പുറത്തു തരണം. ഞാൻ മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ എനിക്ക് അള്ളാഹു പുറത്തു തരണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു വ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹ വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. അംറ, നിനക്കറിയില്ലേ, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള എല്ലാ തിന്മകളെയും ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അത് തകർത്ത് കളയും, ഇല്ലാതാക്കും. ഹിജ്റ ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ ഹിജ്റ ചെയ്യുന്നതോടുകൂടി തീരും. ഹജ്ജ് ചെയ്യുന്നതോടുകൂടി അതിനു മുമ്പുള്ള പാപങ്ങളും പൊറുക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് താങ്കളുടെ പാപം പൊറുക്കുമെന്നാണ് അവിടെ പഠിപ്പിച്ചത്. ഹിജ്റ ചെയ്യാതെ തെറ്റായ ഇസ്ലാമിക സൊസൈറ്റിയിൽ വല്ലാതെ നിൽക്കുന്നത് കുറ്റായിട്ടാണ് നാളെ പരലോകത്ത് വരിക. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്. സൂറത്ത് നിസായിൽ ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസഹും ഖാലു ഫീമ കുൻതും ഖാലു കുന്നാ മുസ്തദഅഫീന ഫിൽ അർദ് ഖാലു അലം തകുൻ അർദുല്ലാഹി വാസിയത്തുൻ ഫതുഹാജിറു ഫീഹാ ഫഉലൈക മഅവാഹും ജഹന്നം വസഅത് മസീറ. സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നു? അപ്പോൾ ഈ ആളുകൾ പറയും, ഞങ്ങൾ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട് ഇസ്ലാമികമായി ജീവിക്കാൻ കഴിയാതെ കിടന്ന ആൾക്കാരാണ്. അപ്പം മലക്കുകൾ അവരോട് ചോദിക്കും, അലം തകുൻ അർദുല്ലാഹി വാസിയത്തുൻ ഫതുഹാജിറു ഫീഹാ, അള്ളാഹിൻ്റെ ഭൂമി വിശാലമായിരുന്നല്ലോ, നിങ്ങൾക്ക് ഹിജ്റ പോകായിരുന്നില്ലേ? ഈ തെറ്റായ ഘടനയിൽ, അനിസ്ലാമിക ഘടനയിൽ തന്നെ ജീവിക്കണം എന്തിനായിരുന്നു? വസാഅത്ത് മസീറ, അവരുടെ മുടക്കെത്ര ചീത്ത. മാത്രമല്ല ഖുർആൻ പറഞ്ഞു, വമൻ യുഹാജിർ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാട് വെടിയുന്നവന് യജിദ് ഫിൽ അർളി മുറാഅൻ കസീറൻ വസഅത, ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും വിശാലമായ ജീവിത സൗകര്യങ്ങളും കണ്ടെത്താം. അങ്ങനെ പോയിച്ചിട്ട് എല്ലാം നഷ്ടപ്പെടില്ല, വിജയം കൈവരിക്കുകയുള്ളൂ. വമൻ യഖ്റുജു മിൻ ബൈത്തിഹി മുഹാജിറൻ, ആരെങ്കിലും ഹിജ്റ ചെയ്യുന്നവരായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും പുറപ്പെട്ടാൽ സുമ്മ യുദ്രിക്കുഹുൽ മൗത്ത്, എന്നിട്ട് അവൻ മരണം വരിച്ചാൽ ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അവൻ്റെ പ്രതിഫലം അവൻ്റെ മേൽ ആയിക്കഴിഞ്ഞു. വകാന അല്ലാഹു ഗഫൂറർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും. അപ്പോൾ ഇവിടെയൊക്കെ ഹിജ്റയെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചായിട്ട് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹിജ്റ വളരെ സവിശേഷത ഉള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും സഹാബത്തും മക്കയിൽ പ്രവർത്തിക്കുമ്പോൾ രൂക്ഷമായ മർദ്ദന പീഡനങ്ങളും എതിർപ്പുകളും വല്ലാതെ ആയിരുന്നു. പക്ഷേ പ്രവാചകന് താങ്ങും തണലുമായിട്ടുണ്ടായിരുന്നത് അബൂ താലിബായിരുന്നു. കൂടാതെ ഖദീജ റളിയല്ലാഹു അൻഹയും. ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി അബൂ താലിബും മരണപ്പെട്ടു. ഇതോടുകൂടി മുശ്രിക്കുകൾക്ക് പിന്നെ റസൂലുള്ളാഹിയുടെ മേൽ വല്ലാതെ ശക്തമായി പിടിമുറുക്കാൻ തീരുമാനിച്ചു. ഓരോ ദിവസവും ഇസ്ലാം ഇങ്ങനെ വളരുകയാണ്. ഇതിനെ എവിടെയെങ്കിലും പിടിച്ച് കെട്ടിയിട്ടില്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്കൊക്കെ അത് എതിരാകും എന്ന് മുശ്രിക്കുകൾ മനസ്സിലാക്കി. അതുകൊണ്ട് നബിയെയും സഹാബത്തിനെയും എതിർക്കാനുള്ള തീരുമാനം ശക്തിപ്പെടുത്തി. അങ്ങനെ റസൂലാണ് തായിഫിലേക്കൊക്കെ പോയി അവിടെയും രക്ഷയില്ലാതെ വന്നൊരു ഘട്ടം. ഇസ്ലാം അത്രയധികം സങ്കീർണമായ ഹുസ്നുല്ലാം എന്നൊക്കെ അവർ പറയാറുണ്ട്, ദുഃഖവർഷമായിരുന്നു. എന്താണ് ഇക്കണ്ട കാലമായി 10 കൊല്ലം കഴിഞ്ഞു, ഒരു പിടുത്തവും കിട്ടാതെ കിടക്കുന്ന അവസ്ഥ. ഈ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മറ്റൊരു അവസരം ഉണ്ടായി. ഹജ്ജിന് വരുന്ന ആളുകൾ അവരെ രാത്രിയിൽ പതുക്കെ പോയിട്ട് ഇസ്ലാമൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ജാഹിലിയ കാലത്തെ ഹജ്ജാണ്. ആ സന്ദർഭത്തിലാണ് യസ്രിബിൽ നിന്ന്, മദീനയിൽ നിന്ന്, യസ്രിബ് എന്നാണ് അതിന് പറയാം, മദീനയ്ക്ക് മുമ്പ് യസ്രിബ് എന്നാണ് പറയാം. യസ്രിബിൽ നിന്ന് കുറേ ആളുകൾ വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയുടെ ഒരു അടുത്ത സ്ഥലമായ അതിൻ്റെ അറ്റത്തുള്ള പ്രദേശമായ അഖബയിൽ വെച്ച് ഇവർക്ക് പതുക്കെ രാത്രിയുടെ ഇരുട്ടിൽ വന്നിട്ട് ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്തു. യസ്രിബുകാർ ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഇവർ കേൾക്കാനുള്ള ഒരു വർത്തമാനമാണ് റസൂൽ പറയുന്നത്. ഇവരെന്നും അവിടുത്തെ ജൂതന്മാരിൽ നിന്ന് കേൾക്കാറുള്ളത്, ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, ആ നബി മക്കയുടെ ഭാഗത്ത് നിന്നായിരിക്കും, ഇജാദിൽ നിന്നായിരിക്കും, ആ നബി ഇങ്ങനെയുള്ള ആളായിരിക്കും, അദ്ദേഹം അനാഥനായിരിക്കും, അദ്ദേഹത്തിന് ഇന്ന പ്രത്യേകത ഉണ്ട്, ആ നബി വരാറായിരിക്കുന്നു എന്ന് നിരന്തരം ജൂതന്മാർ പറയാറുണ്ട്.
എന്ന് മാത്രമല്ല, ജൂതന്മാർ ഭീഷണിപ്പെടുത്താറുണ്ട്, ഞങ്ങളെ നബി വന്നാൽ നിങ്ങളെ പണി ഞങ്ങൾ തീർക്കും, ഞങ്ങൾ നബി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ മേൽക്കോയ്മ നേടുമെന്ന് ഹൗസ് അസ്റജ് ഗോത്രത്തിലെ മദീനയിലെ തദ്ദേശവാസികളായ ആൾക്കാരെ ഭീഷണിപ്പെടുത്താറുണ്ട്. അങ്ങനെ ഇരിക്കവേ ഹജ്ജിന് വന്നപ്പോൾ ദേ നിൽക്കുന്ന നബി. ഇവരെ ഇസ്ലാമിനെ കുറച്ച് മനസ്സിലാക്കി അവർ പോയി. പിറ്റത്തെ കൊല്ലം വന്നു, 12 പേര് വന്നിട്ട് നബിയിൽ അവർ വിശ്വസിക്കാൻ സന്നദ്ധരായി. നബിയുമായി ഒരു കരാറുണ്ടാക്കി. അതാണ് അഖബ ഉടമ്പടി. ഇസ്ലാമിനെ മദീനയിലേക്ക് പതുക്കെ വളർത്താം, അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം, മദീനയിൽ ഇസ്ലാമിനെ വളർത്താനുള്ള സാഹചര്യം ഒരുക്കാം. ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി മദീനയിലേക്ക് അയച്ചു. ഒരു കൊല്ലം കൊണ്ട് മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയെ പാകപ്പെടുത്തി. എല്ലാ വീടുകളിലും കയറി ചെന്നു, എല്ലാ ആളുകളെയും സമീപിച്ചു. നിരന്തരമായ പ്രവർത്തനം. നബിയെ മിസ്അബിനെ കൊല്ലാൻ വേണ്ടി വന്ന ആളെപ്പോലും മിസ്അബ് സൗമ്യതയോടെ കൈ വശത്താക്കി തീർത്തു. അങ്ങനെ മിസ്അബ് റളിയല്ലാഹു അൻഹു ഒരു കൊല്ലം കൊണ്ട് മദീനയെ പാകപ്പെടുത്തി. പിറ്റത്തെ കൊല്ലം ഹജ്ജിന് വന്നത് 100ഓളം പേരാണ്. ഇവർ ഹജ്ജിന് വന്നു. ഇവരും നബിയുമായി കരാറെടുത്തു. രണ്ടാമത്തെ അഖബ ഉടമ്പടി. ആ ഉടമ്പടി പ്രകാരം നബിയെ അങ്ങോട്ട് ക്ഷണിച്ചു. മക്കയിലുള്ളവർക്ക് ഇസ്ലാമിനെ മദീനയിലേക്ക് ക്ഷണം കിട്ടി. നബിയുമായുള്ള കരാറിൽ നബിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളാമെന്ന് അവരേറ്റു. സ്വന്തം മക്കളെക്കാൾ പ്രാധാന്യം കൊടുത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന് അവർ കരാറെടുത്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കൾ കുറേശ്ശെ മദീനയിലേക്ക് പോയി തുടങ്ങി. മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അള്ളാഹു തആല കൽപ്പിച്ചിരുന്നു പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അല്ലാഹുവേ, എന്നെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ പുറപ്പെടുവിപ്പിക്കണമേ, സത്യത്തിൻ്റെ മാർഗത്തിലൂടെ പ്രവേശിപ്പിക്കണമേ, എനിക്ക് സഹായകരമായ ഒരു അധികാര ശക്തി തരണേ. അധികാര ശക്തി ഉണ്ടെങ്കിലേ ഇസ്ലാം വിജയിക്കൂ എന്ന നിനക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ് കൽപ്പിക്കുകയാണ്. വഖുർ, നീ പ്രാർത്ഥിക്കണം, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. സഹായകരമായ ഒരു അധികാര ശക്തി തരണേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ ഒറ്റയും തെറ്റായിട്ട് പതുക്കെ മദീനയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. വിവരമറിഞ്ഞ മുസ്ലിങ്ങൾക്ക് കൂടുതൽ ക്രുദ്ധരായി. കാരണം മദീനയിൽ മുസ്ലിങ്ങൾ സംഘടിച്ച് തങ്ങൾക്കെതിരെ വരുമെന്ന് അവർ ആശങ്കപ്പെട്ടു. അതുകൊണ്ട് എന്ത് വന്നാലും ശരി, ഇനി വിട്ടുവീഴ്ചയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വധിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ തീരുമാനിച്ചു. നബിയെ വധിക്കുന്ന ചർച്ച വന്നപ്പോൾ അതിനുമുമ്പ് ചിലർ പറഞ്ഞു നാട് കടത്താം, തടവിലിടാം. പക്ഷെ അതൊന്നും വിജയിക്കൂല. വധിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നബിയുടെ കുടുംബം പ്രതികാരം ചെയ്യുമല്ലോ എന്ന ആശങ്കയായി. അവസാനം അബൂജഹൽ ദാറുന്നദിബയിൽ വെച്ച് നടന്ന യോഗത്തിൽ വെച്ച് അബൂജഹൽ ഒരു ആശയം വെച്ചു. എല്ലാ കുടുംബത്തിൽ നിന്നും ഒരാൾ വരിക, എല്ലാവരും കൂടി നബിയെ വധിക്കാം. അതോടുകൂടി എല്ലാവർക്കുമെതിരെ നബി കുടുംബം യുദ്ധത്തിന് വരില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വീട് വളഞ്ഞു. രാത്രി വീട് വളഞ്ഞു. നബിയെ വധിക്കാൻ തീരുമാനിച്ചു. നബി പുറത്തിറങ്ങുമ്പോൾ കൊല്ലണം. പക്ഷേ അള്ളാഹുവിൻ്റെ അറിവ് കിട്ടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അതിനു മുമ്പ് തന്നെ ഹിജ്റയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നു. ഹിജ്റയെക്കുറിച്ച് പഠിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കൃത്യമായ ആസൂത്രണം നമുക്കവിടെ കാണാൻ കഴിയും. വളരെ പ്ലാൻഡായിരുന്നു. ആധുനിക കാലത്തെ മാനേജ്മെൻറ്റുകൾ പോലും റസൂലുള്ളാഹിൻ്റെ ആ പ്ലാനിങ്ങിനെ കുറിച്ച് വളരെ കൃത്യമായി പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്ലാനിങ് എന്തായിരുന്നു? എന്നാൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയായിരുന്നു. ഒരാളോട് റസൂൽ അത് പറഞ്ഞില്ല. വിശ്വസ്തനായ സഹാബികളോട് പോലും പറഞ്ഞില്ല. അതിവിശ്വസ്തരായ സഹാബികളോട് പോലും റസൂലുള്ള ഹിജ്റ പോണ കാര്യം പറഞ്ഞില്ല എന്നുള്ളതാണ്. ആകെ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, അത് നട്ടുച്ച നേരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഹിജ്റക്ക് അനുമതി കിട്ടിയിട്ടുണ്ട്, എൻ്റെ സഹയാത്രികൻ താങ്കളാണ്. അബൂബക്കർ സിദ്ദീഖ് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, സന്തോഷം കൊണ്ട് ഒരാൾ കരയണേ ഞാൻ ആദ്യം കാണുകയാണ്. കാരണം റസൂലിൻ്റെ കൂടെ സഹയാത്രികാരാകാനുള്ള അവസരം കിട്ടിയല്ലോ. പിന്നീട് ആരെയും ഇത് അറിയിച്ചില്ല. നബിക്ക് ആവശ്യമുള്ള 2-3 ആളെ അറിയിച്ചു. ആ അറിയിപ്പ്, ആ രഹസ്യ സ്വഭാവം വളരെ സൂക്ഷിച്ചു. അതുകൊണ്ട് നബിക്ക് വളരെ രഹസ്യമായി മുന്നോട്ട് പോകാൻ സാധിച്ചു. എന്നിട്ട് രാത്രി ഒരു സ്ട്രാറ്റജിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന നിലക്ക് നബി കിടന്നിരുന്ന സ്ഥലത്ത് അലി റളിയല്ലാഹുവിനെ കിടത്തി. നബിക്ക് നാളെ ചെയ്യേണ്ട ബാധ്യതകളൊക്കെ അലിയെ ഏൽപ്പിച്ചു. പെട്ടെന്ന് മുസ്ലിംകൾ നോക്കുമ്പോൾ അലി അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ നബി കിടക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്തു. നബിയെ കാണാതായ അവർ നബിയുടെ പുറകെ വന്നേനെ. പക്ഷേ അലി റളിയല്ലാഹുവിനെ അവിടെ കിടത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ അമാനത്തുകളൊക്കെ ഏൽപ്പിച്ചു. നാളെ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. വളരെ പ്ലാൻ ചെയ്തു. അത്
തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നേരത്തെ ഒരുക്കിയിരുന്ന 2 ഒട്ടകങ്ങളുണ്ട്. ആ 2 ഒട്ടകത്തിൻ്റെ പുറത്ത് അബൂബക്കർ സിദ്ദീഖും റസൂലും കൂടി നബി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ മണ്ണ് വാരി ഇറങ്ങി. ഇവരൊക്കെ അശ്രദ്ധയിലായി കഴിഞ്ഞു. ആ ചാൻസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. 2 പേരും കൂടി ഒട്ടകപ്പുറത്ത് യാത്ര തിരിക്കുന്നു. യാത്ര പോയത് മദീനയുടെ ഭാഗത്തേക്കല്ല, നേരെ വിപരീത ദിശയിലേക്ക്. മദീന ഏത് ഭാഗത്താണ് ഉള്ളത് അതിൻ്റെ നേരെ വിപരീത ദിശയിലേക്ക്. മക്കയിലെ മുശ്രിക്കുകൾക്ക് അറിയാം പോകുന്നത് മദീനയിലേക്കായിരിക്കുമെന്നറിയാം. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അവർ പുറകെ വന്നേനെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചെയ്തത് നേരെ വിപരീത ദിശയിലുള്ള സൗർ ഗുഹ എന്ന് പറയുന്ന മലയുടെ മുകളിൽ കയറിയിരുന്നു. എന്നിട്ട് ആ മല മുകളിലേക്കാണ് പോയത്. അത് വളരെ വലിയൊരു പ്ലാനിങ് ആയിരുന്നു. തുടർന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നു അബൂബക്കറിനെ നബി നേരത്തെ ഏർപ്പാടാക്കിയിരുന്നു. പകലിവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എല്ലാ വിവരവും CID അതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും അദ്ദേഹം പതുക്കെ ആ ഗുഹയിൽ വന്ന് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോഴൊക്കെ അബൂ ജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ സംഭവങ്ങളൊക്കെ അബ്ദുല്ലാഹിബ്നു അബൂബക്കർ എത്തിച്ചു കൊടുക്കും. ഇവർക്ക് 2 പേർക്കുമുള്ള ഭക്ഷണം സൗർ ഗുഹയിൽ എത്തിക്കുന്നത് അസ്മാ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൾ. ഒക്കെ അവർ അബൂബക്കർ സിദ്ദീഖിൻ്റെ കുടുംബവും നബിയും മാത്രമേ അറിയുള്ളൂ. അസ്മാ റളിയല്ലാഹു അൻഹ അങ്ങനെയാണ് അദ്ദേഹത്തെ അവർക്ക് ഭക്ഷണം പൊതിയാനായിട്ടില്ലാതെ വന്നപ്പോൾ തൻ്റെ അരപ്പട്ട 2ആക്കി മുറിച്ച് താത്തു നിത്താക്കയിൽ നിന്ന് പറയപ്പെട്ടത് അതിൻ്റെ പേരില്ല. അങ്ങനെ അവർ ഭക്ഷണം കൊണ്ടുവന്നെത്തിക്കും. ഇവർ 2 പേരും നടന്നു പോകുന്ന വഴികൾ കാലടിപ്പാടുകൾ കണ്ട് മുശ്രിക്കുകൾ പിന്തുടരാതിരിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടിമയായ ആമിർ ബിൻ ഫുഹൈറയെ ആടുമായി വരാൻ വേണ്ടി നിർദ്ദേശിച്ചു. അപ്പോൾ ആമിർ ബിൻ ഫുഹൈറ ആടായിട്ട് ഇങ്ങനെ മേഞ്ഞു നടക്കും. അപ്പോൾ ഇവരുടെ കാൽപ്പാടുകളുമായി 2 ദിവസം ഗുഹയിൽ നാനാഭാഗത്തേക്കും മുശ്രിക്കുകൾ റസൂലുള്ളാഹിയുടെ തല കൊയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും മദീനയുടെ ഭാഗത്തേക്ക് എതിർഭാഗത്തേക്കും ഒക്കെ പോയി. അവസാനം സൗർ ഗുഹയുടെ മുകളിലേക്കും വന്നു. സൗർ ഗുഹയുടെ മുകളിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അബൂബക്കർ സിദ്ദീഖിനെയും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൻ്റെ അതുവരെ എത്തി. അവരിങ്ങനെ നോക്കുമ്പോൾ 8 കാലിയൊക്കെ വല നെയ്തിക്കണം, അവിടെ ആളുണ്ടാവില്ല എന്നുള്ളതൊക്കെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറ് കൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നബിയെ കൊന്നുകളയോലോ, അവർ തലകൊയ്യില്ല എന്ന് ബേജാറ് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നുണ്ട്, അബൂബക്കറെ താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്? വല്ലാഹു സാദിസുമാ, നമ്മൾ 2 ആളല്ല, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട്. വിശുദ്ധ ഖുർആൻ അത് ഹൃദയസ്പർശിയായി പറയുന്നുണ്ട്. ഇല്ലാത്തൻ സുറൂഹു ഫഖദ് നസറഹുല്ലാ ഇത് അഖ്റജഹു അല്ലദീന കഫറു സാദിയസിന ഇദ്ഹുമാ ഫിൽ ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹ മാനാ. അവർ ഗുഹയിൽ അഭയം തേടിയപ്പോൾ സഹാബി അബൂബക്കർ സിദ്ദീഖിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ വിഷമിക്കേണ്ട, അല്ലാഹ് നമ്മളെ കൂടെ, അല്ലാഹുണ്ട് നമ്മളെ കൂടെ. ആ തവക്കുലും ഈമാനും സമർപ്പിച്ചുകൊണ്ട് അവർ ഗുഹയിൽ കഴിഞ്ഞുകൂടി എന്നുള്ളതാണ്. അത്രയും ശക്തമായി. അവസാനം 3 ദിവസമായി തെരച്ചിലൊക്കെ ഒന്ന് അവസാനിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നേരത്തെ ഏർപ്പാടാക്കിയിരുന്ന അബ്ദുല്ലാഹിബ്നു ഉറൈഖിൽ എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്തൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് മദീനയിലേക്കുള്ള മറ്റൊരു വഴി അറിയാം. സാധാരണ പോണ വഴിക്ക് പോയാൽ വീണ്ടും അവിടെ അന്വേഷണം നടക്കും. ഈ അബ്ദുല്ലാഹിബ്നു ഉറൈഖിൽ എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്തൊരു മനുഷ്യനെ, വിശ്വസ്തനാണ് അദ്ദേഹം, അദ്ദേഹത്തെ ഏർപ്പാടാക്കിയിരുന്നു. അദ്ദേഹത്തിന് മദീനയിലേക്ക് ചെങ്കടലിൻ്റെ ഓരത്ത് കൂടെ പോണൊരു വഴി അറിയാം. ആ വഴിയുടെ ഓരത്ത് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അബൂബക്കർ സിദ്ദീഖുമായി വളഞ്ഞ വഴിക്ക് പോയി. ആരൊക്കെയോ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദും 2 ആൾക്കാർ ഇങ്ങനെ മദീനയിലേക്ക് ഇങ്ങനെ ഈ വളഞ്ഞ വഴിക്ക് പോകേണ്ടത് എന്ന് മക്കക്കാരോട് പറഞ്ഞു. മക്കക്കാരത് പുച്ഛിച്ച് തള്ളി. ആരെങ്കിലും ചെങ്കടൽ വഴിക്ക് പോകുമോ? ഇല്ല. പക്ഷേ ഇത് കണ്ട് ഇങ്ങനെ പോവില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ചില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ സുറാഖക്ക് അപ്പോൾ മനസ്സിൽ തോന്നി ചിലപ്പോൾ പോയെങ്കിലാ. സുറാഖ വഴിക്ക് തിരിച്ചു. പറഞ്ഞ പോലെ നബിയെ കണ്ടു. നബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോണത് കാണുകയാണ്. സുറാഖയുടെ കുതിര ഇങ്ങനെ നീങ്ങുന്നില്ല, മണ്ണിൽ പൂണ്ടുപോകുകയാണ്. അപ്പോൾ സുറാഖക്ക് മനസ്സിലായി ഇത് പ്രവാചകനായിരിക്കാം, ഇദ്ദേഹത്തെ കൊല്ലാൻ കഴിയില്ല. സുറാഖ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളൊന്നും ചെയ്യണില്ല, പക്ഷേ നാട്ടുകാരോട് പറയാലോ, നിങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കുന്ന ആളെ ഞാൻ കണ്ടിക്കണ്, ഒന്ന് എഴുതി തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചിരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുറാഖക്ക് ഒന്ന് എഴുതി കൊടുത്തേക്ക്. എഴുതി കൊടുത്തു. അങ്ങനെ സുറാഖ പിന്തിരിഞ്ഞ് പോകുമ്പോൾ റസൂൽ സുറാഖിനോട് ചോദിക്കുന്നുണ്ട്, സുറാഖ നിനക്ക് കിസ്റ രാജാക്കന്മാരെ അണിയുന്ന തങ്കവള അണിയണ്ടേ? ലോകത്തിലെ ഏറ്റവും വലിയ അന്നത്തെ അധികാരശക്തിയായ വലിയൊരു സാമ്രാജ്യത്വത്തിൻ്റെ രാജാക്കന്മാരണിയുന്ന കിരീടം നിനക്ക് ചൂടണ്ടേ? തങ്കവള അണിയണ്ടേ? സുറാഖക്ക് ചിരി വന്നുപോയി. കാരണം തൻ്റെ
തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിക്കപ്പെട്ട ഒരു മനുഷ്യൻ റോമ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും ഒക്കെ കീഴടക്കുമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പിന്നീട് അത് ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരികയും ഇതേ സുറാക്ക ഇസ്ലാം സ്വീകരിക്കുകയും ഇതേ സുറാക്കെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കിസ്റ രാജാക്കന്മാരുടെ തങ്കവള അണിയിക്കുകയൊക്കെ ചെയ്യുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അങ്ങനെയാണ് ഹിജ്റയിലെത്തിയത്. ഈ ഹിജ്റ റസൂല് മാത്രമല്ല, സഹാബാക്കളൊക്കെ പോയത് എത്ര ത്യാഗം സഹിച്ചാണെന്നറിയും. ഇനി നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് AC ബസ്സിലോ ട്രെയിനിലൊക്കെ പോകുമ്പോൾ തന്നെ നമ്മളെ ഊരവേദനിക്കും. പക്ഷെ 500 കിലോമീറ്റർ കരിമ്പാറകൾ താണ്ടി, ഇന്ന് റോഡോ സൗകര്യമില്ലാത്തൊരു കാലത്ത് അതിതീഷ്ണമായ ഉഷ്ണവും മറ്റുമൊക്കെയുള്ള സഹിച്ചുകൊണ്ട് ആ സഹാബാക്കൾ നടത്തിയ ധീരമായ ഹിജ്റ യാത്ര വല്ലാത്തൊരു യാത്ര തന്നെയായിരുന്നു. ചിലരൊക്കെ അവിടുന്ന് പോകുന്നത് വല്ലാത്തൊരു ഘടനയിലായിരുന്നു. സുഹൈബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നൊരു സഹാബി, നമുക്കറിയാം സുഹൈബ് റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനായിരുന്നു, റോമക്കാരനാണ് അദ്ദേഹം. മക്കയിൽ വന്ന് കച്ചവടം ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കിയിട്ട് അദ്ദേഹം ഇതൊക്കെ നുള്ളിപ്പെറുക്കി മദീനയിലേക്ക് പോകാൻ നേരത്ത് അവർ പറഞ്ഞു പോകാൻ പറ്റൂല. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ പോകുക തന്നെ ചെയ്യും, പക്ഷെ ഒരിക്കലും നിന്നെ വിടൂല, വിടണമെങ്കിൽ നീ ഉണ്ടാക്കിയ മുഴുവൻ മുതൽ ഇവിടെ അട്ടേച്ച് പോകണം. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ മുഴുവൻ പൈസ കേൾക്കാം, എൻ്റെ മുതൽ എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാനിതാ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് സുഹൈബ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം വളരെ ഹൃദയസ്പർശിയാണ്. ഉമ്മു സലമയും അബൂ സലമയും രണ്ടുപേരും അവർക്കൊരു കുട്ടിയുണ്ട്. ഇവർ 3 ആളും കൂടിയിട്ട് ഈ കുട്ടിയും ഇവർ 2 ആളും കൂടി ഹിജ്റക്ക് പോകാൻ നേരത്ത് ഉമ്മു സലമയുടെ കുടുംബക്കാർ വന്നിട്ട് ഉമ്മു സലമനെ പിടിച്ചുവിടാൻ പോയി. കൂടെ കുട്ടിയും അബൂ സലമക്ക് തരൂല എന്ന് പറഞ്ഞു. അവസാനം അബൂ സലമ പറഞ്ഞു ഞാനേതായാലും ഹിജ്റ പോകുകയാണ്, നിന്നെ വിട്ടുന്ന കാലത്ത് നീ വാ. അബൂ സലമ പോയി. പക്ഷേ ഉമ്മു സലമ ഭാര്യ എന്നും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ ഭാഗത്തേക്ക്, കരച്ചിലും ഇതൊക്കെ ആയിട്ട്. അവസാനം ഗതികെട്ട് കുടുംബക്കാർ പോയിക്കോളാൻ പറഞ്ഞു. അതിനിടയ്ക്ക് അബൂ സലമയുടെ കുടുംബക്കാർ ഈ കുട്ടി ഞങ്ങളുടെ കുട്ടിയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ ആ കുട്ടിയെ കൂട്ടിയിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒറ്റയ്ക്ക് 500 കിലോമീറ്ററോളം വരുന്ന മദീനയിലേക്ക് പലപ്പോഴും മരണവക്രത്തിൽ നിന്നുകൊണ്ട് അവർ നടന്ന് ഹിജ്റ ചെയ്ത് ചരിത്രത്തിൽ കാണാൻ കഴിയും. അസ്മാ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെ മകളും ആയിഷ റളിയല്ലാഹു അൻഹയുടെ മകളുമായ ജ്യേഷ്ഠത്തിയുമായ അസ്മാ റളിയല്ലാഹു അൻഹ ഹിജ്റ പോകുന്ന വേളയിൽ ഗർഭിണിയായിരുന്നു. അവസാനം അവർക്ക് പോകാൻ അവസരം കിട്ടിയപ്പോഴേക്കും ഒരു പൂർണ്ണ ഗർഭിണിയുടെ അവസ്ഥയിലായിരുന്നു. ആ പൂർണ്ണ ഗർഭിണിയായ അസ്മാ റളിയല്ലാഹു അൻഹ അത്രയും പ്രയാസം സഹിച്ച് മദീനയിലേക്ക് എത്തുകയാണ്. അവർ പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും മരണത്തെ അഭിമുഖീകരിച്ചു, ഒരിക്കലും മദീനയിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മദീനയിലെത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് മദീനയുടെ വാതിൽക്കൽ വെച്ച്, മദീന പ്രദേശത്തിൻ്റെ പടിക്കൽ വെച്ച് അസ്മാ റളിയല്ലാഹു അൻഹ വഴിക്ക് വെച്ച് പ്രസവിക്കുകയാണ്. അങ്ങനെ മുഹാജിറുകൾക്ക് ആദ്യത്തെ കുഞ്ഞ് ജനിക്കുകയാണ്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന് പറയുന്ന മഹാനായ സ്വഹാബി. നമ്മൾ പറയണത് എത്ര ത്യാഗം സഹിച്ചാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ ഹിജ്റയാണ് ലോകത്ത് ഇസ്ലാമിനെ എത്തിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹജ്ജത്തുൽ വിദായിൽ സഹാബാക്കളോട് ഹിജ്റ പോകാൻ പറഞ്ഞു. അങ്ങനെ കേരളത്തിൽ വന്നത്, അങ്ങനെ ലോകത്ത് അവർ വന്നത്. ഒരു വക്ത് നിസ്കരിച്ചാൽ 1,00,000 വക്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലമുള്ള മക്ക വിട്ട്, ആ മക്ക വിട്ട് അതുപോലെ പലതും വിട്ടിട്ട് അവരവസാനം ഈ നാട്ടിലേക്ക് എത്തിയത് അതാണ്. റസൂല് പോലും ആ മക്ക വിടുമ്പോൾ പറഞ്ഞൊരു വർത്താനം നമുക്കറിയാലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു മലയുടെ മുകളിൽ ഹസ്വറ എന്ന് പറഞ്ഞൊരു മലയുടെ ഒരു കുന്ന്, ആ ഹസ്വറ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് റസൂല് പറഞ്ഞു വല്ലാഹി ഇന്നക്കി ലഖൈറു അർദില്ലാഹി വഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ് വലൗലാ അന്നി ഉഖ്രിയതു മിൻക മാ ഖറജ്തു. അദ്ദേഹം പറയാണ്, റസൂല് പറയാണ് മക്ക അള്ളാഹുവാണ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും നല്ല നാട് ഈ മക്കയാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടും ഈ മക്കയാണ്. നിന്നിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ പുറത്തു പോകുമായിരുന്നില്ല. അങ്ങനെയാണ് ആ ഹിജ്റ. സ്വന്തം നാടും വീടും ചരിച്ചതൊക്കെ ഇട്ടിട്ട് പോകല്ലേ. തന്നെ അല്ലമീനെന്ന് വിളിച്ച നാട്, തന്നെ സ്നേഹത്തോടെ നിർത്തിയ നാട്, കഅബ നിൽക്കുന്ന നാട്, തൻ്റെ കുടുംബം ജീവിച്ച നാട്, തന്നെ എല്ലാ അർത്ഥത്തിലും പരിഗണിച്ച് ആ നാട് വിട്ടേച്ച് ഇസ്ലാമിന് വേണ്ടി പോകുകയായിരുന്നു റസൂലും സഹാബത്തൊക്കെ ചെയ്തത്. യാത്രാ സൗകര്യമില്ലാത്ത കാലത്ത് അറിയപ്പെട്ട ലോകത്തേക്കൊക്കെ പോയി ഇസ്ലാമിൻ്റെ ഹിജ്റ നടത്തി ഇസ്ലാമിൻ്റെ പ്രബോധനം നിർവഹിച്ചു. ഇപ്പോഴും നടക്കുന്നുണ്ട് ഹിജ്റ. നമ്മുടെ രാജ്യത്ത് തന്നെ എത്ര ഹിജ്റകൾ നടക്കുന്നു. ആസാമികളെ പുറത്താക്കുന്നു, ഈ ബംഗാളികളെ പുറത്താക്കുന്നു, പലരും പോകുന്നു, പലരും ഹിജ്റക്ക് പോയിട്ട്. അതേപോലെ തന്നെ ഈ റോഹിംഗ്യ മുസ്ലിങ്ങൾ ഹിജ്റ ചെയ്യപ്പെടുന്നു, പലരും വെള്ളത്തിൽ മുങ്ങി മരിക്കണ്. പക്ഷേ എത്രയോ അഭയാർത്ഥികൾ പോയത് അവസാനം വരുമ്പോൾ ഇസ്ലാമിന് നേട്ടാണ്. മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോയപ്പോൾ അതുവരെ റസൂല്
ഒന്നുമില്ലാതിരുന്ന റസൂൽ പിറ്റത്തെ ദിവസം മദീനയുടെ ഭരണാധികാരി, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായി മാറി. ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്നു. റസൂൽ ഭരണാധികാരിയായി മാറി. ഇസ്ലാം ലോകത്ത് കാറ്റടിച്ച് വീശും പോലെ കുറഞ്ഞ കൊല്ലം കൊണ്ട് ലോകത്ത് മുഴുവൻ പ്രചരിച്ചു. ഇന്നും ഈ അഭയാർത്ഥികളാണ്. നിങ്ങൾ ലണ്ടനിൽ പോയൊക്കെ, അമേരിക്കയിൽ പോയൊക്കെ, ലോകത്തിൻ്റെ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയൊക്കെ, ലോകത്ത് അഭയാർത്ഥികളായും അങ്ങ് ഹിജ്റ ചെയ്തും വന്നെത്തിയ ആളുകൾ ഇന്ന് അവിടെയൊക്കെ ഇസ്ലാമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അഭയാർത്ഥികളെ സ്വീകരിക്കില്ലെന്നും അവർ വരരുതെന്നും ഇവരെ സ്വീകരിക്കരുതെന്നൊക്കെ പറയുന്നത്. അള്ളാഹു ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നമുക്കും നമ്മുടെ വലിയ ഹിജ്റ നാടും വീടും വിട്ടുപോണില്ലെങ്കിലും നമ്മുടെ ദുശ്ശീലങ്ങളിൽ നിന്നെങ്കിലും ഹിജ്റ പോകാൻ നമുക്ക് കഴിയണം. നമ്മൾ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഭൗതികതയിൽ നിന്നെങ്കിലും ഹിജ്റ പോകാൻ നമുക്ക് കഴിയണം. ആ ഹിജ്റ പോയവർക്കാണ് അള്ളാഹ് സ്വർഗ്ഗം ഒരുക്കിയിട്ടുള്ളത്. അള്ളാഹുവിന് വേണ്ടി എന്തൊക്കെ നമ്മൾ ത്യാഗം സഹിക്കുന്നുവോ അവർക്ക് വേണ്ടി ഒരുക്കിയതാണ് മഹത്തായ സ്വർഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരർത്ഥത്തിൽ വളരെ ഹിജ്റയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും.